ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നീതൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പോലെ നമുക്ക് എങ്ങോട്ടാ യാത്ര എന്നൊക്കെ ഉള്ളത് കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ റെഡി ആയിട്ട് ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഇവരുടെയൊക്കെ ചുമ്മാ ഒരു ഷൂട്ട് എടുക്കുന്നു കേട്ടോ. ഇതാണ് പരിപാടി. അതെ, സത്യത്തിൽ ഇവനെ അറിയില്ല കേട്ടോ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന്. അടുത്ത ആളുടെ മേക്കപ്പ് ഇതാ ഹാളിൽ നടക്കുന്നുണ്ട് കേട്ടോ. നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി. മഞ്ഞെന്നാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റിങ്ങിലാണ് ഗൈസ്. സുരേട്ടനെ കാത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. സുരേട്ടൻ ഹോസ്പിറ്റലിൽ മരുന്ന് വയ്ക്കാൻ പോയിരിക്കുന്നു. മൈ ഹസ്ബൻഡ് അറിയാലോ അല്ലേ. അപ്പം നമ്മുടെ മുന്നേ ആ ബൈക്കിൽ പോകുന്ന ആരാന്ന് കണ്ടോ? അതാണ് നമ്മുടെ സുരേട്ടൻ കേട്ടോ. അപ്പം സുരേട്ടൻ്റെ പുറകെ നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുരേട്ടൻ്റെ പുറകിൽ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വീഡിയോ എടുക്കുന്നതിനെല്ലാം കൂടെ തന്നെ ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എടുക്കാതിരുന്നാൽ ശരിയാവും. ഞാൻ ഇതിനും കൂടെ വേണ്ടിയിട്ടല്ലേ വന്നത്. നിങ്ങളൊക്കെ കാണണ്ടേ ഞാൻ വീഡിയോ എടുക്കുന്നത്, ഞങ്ങൾ പോയതും വന്നതും എല്ലാം കാണണം, ഉറപ്പായിട്ടും കാണണം. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ലതിക ചേച്ചിയുടെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ചോറ്, മീൻകറി, സാമ്പാർ, പരിപ്പ്, മോര്, അച്ചാറ്, പിന്നെ വെള്ളവും ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ സുരേട്ടൻ ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിപോലെ നമ്മൾ ബിരിയാണി കൊടുത്തു. ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചു. നല്ല കറികളൊക്കെ ആയിരുന്നു ചേച്ചി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കറികളൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് നമ്മൾ ബിരിയാണി കൊടുത്തു. ഇവിടെ കളിക്കുവാണോ കഴിക്കുവാണോ? അപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് ബിരിയാണി കഴിക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കണ്ടേ? നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മൾ ചോറാണ് കേട്ടോ കഴിക്കുന്നത്. ചേച്ചി ഉണ്ടാക്കിയ ചോറ്, സാമ്പാർ, മോര്, തോരൻ, അച്ചാർ. എൻ്റെ പൊന്നു പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര കൈപ്പുണ്യാണ് കേട്ടോ. ആ കറികൾ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ കത്തിയപ്പം കൂടെ നടത്തണതോ. കത്തിയില്ലാത്ത ഫുഡോ കൊള്ളാം. അതും വേണം ഇതും വേണം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ താഴെ പോയി. സുരേട്ടൻ മീൻ പിടിക്കുന്ന സ്ഥലം അറിയാമല്ലോ, അവിടെയൊക്കെ പോയി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ആ ചൂടിലും പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കല്ലൂസാണ് കേട്ടോ. നമ്മളെ സുരേട്ടൻ്റെ ഒരേ ഒരു പുത്രിയാണ് കേട്ടോ. പാവം കൊച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ മീൻ പിടിക്കുന്നിടത്തോട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോയിപ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ പൂക്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗി, നല്ല വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാൻ അടിപൊളി സ്ഥലമൊക്കെയാണ്. പക്ഷേ നമുക്ക് ഈ കാലാവസ്ഥ ഇതായതുകൊണ്ട് ഈ ചൂടൊക്കെ താങ്ങി അവിടെ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നും പറഞ്ഞായിരുന്നു പോയത്. ഒരു 5-6 ഷോർട്സൊക്കെ ആക്കാമല്ലോ. പക്ഷേ അതൊന്നും അധികം നടന്നില്ല. കാരണം വരുന്നില്ല, വെയിൽ കൊണ്ട് കുഴഞ്ഞു മക്കളെ, കുഴഞ്ഞു. അപ്പോൾ നമ്മളെ സുരേട്ടൻ അങ്ങനെ മീൻ പിടിക്കാനൊക്കെ വന്നു കേട്ടോ. ചേട്ടൻ വന്ന് കുറച്ച് സമയം അങ്ങനെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ മീൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ചേട്ടൻ കൊണ്ട് ചൂണ്ടയിടുന്ന സമയത്ത് കുറേ മീനുകൾ അവിടെ കിടന്ന് ബേളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും വെയിൽ താങ്ങി അവിടെ നിന്ന് നമുക്കത് ഇത്രയും സമയം എടുത്ത് അത് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് കുളത്തിൽ നോക്കിയപ്പോൾ കുറേ ആമ്പൽ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. എന്ത് ചെയ്യാനാണ്, കുറേ താഴ്ചയിലായിപ്പോൾ. ഇപ്പോൾ എനിക്ക് പൊതുവേ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ വെയിൽ കൊണ്ട് പിള്ളേരൊക്കെ ഇന്ന് കുഴയുന്നില്ലെന്ന് പിന്നെ നമുക്ക് തിരിച്ച് കയറി അങ്ങ് പോകും. ബാക്കി ഷൂട്ടൊക്കെ പിന്നീട് അപ്പോഴത്തേക്ക് ഒരുപാട് സമയം വൈകി. അത്രയും സമയമൊക്കെ ആ വെയിൽ നമ്മൾ പോകുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ലതിക ചേച്ചി കണ്ടോ. ലതിക ചേച്ചി നമ്മളെ അടുത്ത് ടാറ്റ പറയട്ടോ. നമ്മൾക്ക് പോകാൻ സമയമായാലും ഉള്ളിമൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശില്പമോൾ സ്കൂട്ടിൽ പോകണം, ഞങ്ങൾ പടങ്ങി നമ്മൾ കാറിൽ പോകുന്നുണ്ട്. അപ്പം മഴയുടെ ഒരു ലക്ഷണം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചൂടെടുക്കുന്നുണ്ടെങ്കിൽ എവിടെയോ എടുത്ത് മഴയുടെ ഒരു ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്നേരം നേരെ പോകുന്നത് ശില്പമോളുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ശില്പമോളും മുന്നേ പോയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പുറകെ വീട്ടിലൊക്കെ ചെന്നു. അവിടെ കുറേ ശില്പക്കുട്ടിയുടെ കാര്യം അറിയാമല്ലോ. പിന്നെ അവിടെ മൊത്തം ചെടിയാണ് കേട്ടോ. എല്ലാ ചട്ടിയിലും വീട് മൊത്തത്തിൽ ചെടികൾ മാത്രമാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ട ചെടികളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എല്ലാം കയറി കുറച്ച് സമയം അവിടേക്ക് ഇരുന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ശില്പമോൾ പറഞ്ഞു നേരെ നമുക്ക് ശില്പമോളുടെ അമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവിടെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അത് നമുക്ക് വേണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി കയറിയാണ്. അപ്പോഴത്തേക്ക് മഴ വീണു കേട്ടോ. മഴയെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നുമക്കളെ അതിശയക്കരമായ മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ രണ്ട് ശില്പമോളുടെ അമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കണമല്ലോ. പാവം തുമ്പൂസ് കേട്ടോ. എങ്ങനെ പോയി ഗേറ്റ് തുറക്കുമ്പോൾ നല്ല മഴയല്ലേ. അപ്പം കുഞ്ഞിൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിലൊരു കവർ ഇരിപ്പുണ്ടായിരുന്നു. ആ കവറെടുത്ത് കൊച്ചിൻ്റെ തലയിലിട്ടിട്ട് കൊച്ചിനെ പറഞ്ഞ് ഗേറ്റ് തുറക്കാൻ വിട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴെ നനഞ്ഞാണ് ഓടി പോയത് കേട്ടോ.
അങ്ങനെ ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശില്പമോൾ വന്നിട്ട് ശില്പമോൾ വന്ന കോലമൊന്നും പറയണ്ട, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാര്യം മഴ നനഞ്ഞൊരു പരിവായിട്ടാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നല്ല ടേസ്റ്റും പൈനാപ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ശില്പയുടെ അമ്മ കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കി തന്നു, ചായയൊക്കെ ഇട്ട് തന്നു, അതൊക്കെ കഴിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. എല്ലാം നാച്ചുറൽ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ, വീട്ടിലുണ്ടാക്കിയ ഫുഡൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്രയാകെ ഇറങ്ങുമ്പോഴാണല്ലോ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം വരിക, തുമ്പോത്ത് കഷ്ടം. അപ്പോൾ ആ കുഞ്ഞിന് ഭയങ്കര വിഷമമായി തോന്നുന്നു. എല്ലാവരെയും കണ്ടിട്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് പോയിട്ട് നിൽക്കുന്നത് നമ്മളെ ശില്പമോളുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതൊക്കെ കേട്ടോ. ഈ ടാറ്റ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ആ മഴയുടെ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ പുനലൂർ പാലം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാര്യം വണ്ടി അവിടെ ഇടാൻ പറ്റില്ല, അത് കാരണം ഇറങ്ങിയില്ല. അത് മാത്രമല്ല നേരെ ഒരുപാട് വൈകി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് വൈകുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോയി നേരെ ഞങ്ങൾ ആ സുരേട്ടനെ കൊണ്ടിറക്കി, ഉണ്ണിമനെയും കൊണ്ടിറക്കിയിട്ട് പോയ വഴിക്ക് കാണാൻ കുറേ കൃഷ്ണനെ വെച്ചിരിക്കും. അപ്പോൾ വിഷു അല്ലേ വരുന്നത്, അപ്പോൾ ചെന്നാൽ ഒരു വലിയ കൃഷ്ണനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹാപ്പി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എല്ലാവരും